ഒരു പേരുള്ള ഒരാളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കർത്താവ് ക്ലാസ്സിൽ വെച്ച് തൂക്കി നോക്കി. അപ്പോൾ അത് തൂക്കിയപ്പോൾ കർത്താവിന് എന്തോ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം, അധികം പോകത്തില്ല, ഉടൻ തന്നെ ഒരു 5 കൊല്ലം പോകത്തില്ല, 3 കൊല്ലം പോകുമോ, ഒരു 3 കൊല്ലം വരെ ഒരു ഷാർപ്പ് ടൈം വെക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അദ്ദേഹത്തിനും അധിക നാൾ ഇരിക്കാൻ പറ്റത്തില്ല, അദ്ദേഹവും മാറും. ಆದ್ರೆ ಆ ಪೋಪಿಗೂ ತುಂಬಾ ಸಮಯ ನಿಲ್ಲಿಕ್ಕಾಗುದಿಲ್ಲ, ಅವರು ಚೇಂಜ್ ಆಗ್ತಾರೆ. അദ്ദേഹവും മാറും. അദ്ദേഹം മാറിയിട്ട് മൂന്നാമത് അടുത്ത ആൾ വരും. ಅದರ ನಂತರ ಇನ್ನೊಬ್ರು 3ನೇ ವ್ಯಕ್ತಿ ಬರ್ತಾರೆ. ആ ആള് വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് തന്നെ രണ്ടാമത് ചെയ്യും, അതിനേക്കാൾ കൂടുതൽ ചെയ്യും. ലെസ്ബിയൻ വിവാഹം നടത്തും, ഗേ വിവാഹം നടത്തും. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട. അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം വന്നിട്ട് ചെയ്യും, യാതൊരു സംശയമില്ല. ಅವರು ಬಂದ್ಮೇಲೆ ಯಾವ್ದು ಫ್ರಾನ್ಸಿಸ್ ಪೋಪ್ ಅವರು ಏನೆಲ್ಲ ತಕೊಂತ ಬಂದಿದ್ರು ಅದೆಲ್ಲ ಮಾಡ್ತಾರೆ. ಹಾಗೇನೆ ಗೇ ಮ್ಯಾರೇಜ್, ಲೆಸ್ಬಿಯನ್ ಮ್ಯಾರೇಜ್ಗೆಲ್ಲ ಅವಕಾಶ ಕೊಡ್ತಾರೆ. ದೇವರು ಇದೆಯಾ ಅಂತ ನಂಬುವವರಿಗೆ ನಂಬೋದು. ಆ ತರ ನಮ್ಮ ಸಭೆಗಳಲ್ಲಿ ಎಲ್ಲ ಚೇಂಜಸ್ ಆಗ್ತದೆ. അതോടൊപ്പം തന്നെ ആ സമയത്ത് റോമില് ഈ 2 നേതാക്കന്മാർ ഉണ്ടാകും. ഒരു നേതാവിനെ അംഗീകരിക്കുന്നതും ഒരു നേതാവിനെ അംഗീകരിക്കാതെ മറ്റൊരു സഭാ നേതാവിനെ അംഗീകരിക്കുന്നതുമായ ഒരു ഗ്രൂപ്പ് റോമിൽ ഉണ്ടാകും. ಆ ಟೈಮಲ್ಲಿ ರೋಮಲ್ಲಿ 2 ಲೀಡರ್ಸ್ ಇರ್ತಾರೆ. ಆದ್ರೆ ಒಬ್ಬರನ್ನು ನಾವು ಸಪೋರ್ಟ್ ಮಾಡೋದು, ಅವರ ಜೊತೆಗೆ ಇರೋದು, ಇನ್ನೊಂದು ಅವರ ಜೊತೆ ನಾವು ಇರದೇ ಇರುವ ಆ ತರ ರೀತಿಗಳು ಇರ್ತವೆ. ಅನೇಕ പേരുടെ വിശ്വാസം ഈ സമയത്ത് താഴെ പോകും. ಅನೇಕ ಜನರ ನಂಬಿಕೆ ವಿಶ್ವಾಸಗಳು ಇಲ್ಲದೆ ಆಗ್ತದೆ. ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ യേശുവിന് കൊടുക്കേണ്ട ആരാധന യേശുവിന് കൊടുക്കാതെ അത് ആർക്കൊക്കെ കൊടുത്തു, മനുഷ്യർക്കെല്ലാം നൽകാൻ തുടങ്ങി. ಇದಕ್ಕೆ ಕಾರಣ ಯೇಸುವಿಗೆ ನಾವು ಕೊಡಬೇಕಾದ ನಂಬಿಕೆ ವಿಶ್ವಾಸ ಕೊಡದೆ ಬೇರೆ ಯಾರಿಗೆಲ್ಲ ಕೊಡ್ಲಿಕ್ಕೆ ನಾವು ಪ್ರಾರಂಭ ಮಾಡಿದ್ವಿ. ಅದಕ್ಕಾಗಿ അതുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്നവർ കുറയുകയും എന്നാൽ മറ്റു മനുഷ്യരായിട്ടുള്ള വിശുദ്ധരെ ആരാധിക്കുന്നവർ കൂടുകയും ചെയ്തത് വഴി വലിയ അപകടങ്ങൾ ഇനി ഈവിൾ സ്പിരിറ്റ് സഭയിലേക്ക് കൊണ്ടുവരും. ಯಾಕಂದ್ರೆ ನಾವು ಯೇಸುವನ್ನು ಆರಾಧಿಸುವುದನ್ನು ಬಿಟ್ಟು ಇನ್ನಿತರ ನಾವು ಸೈನ್ಗಳನ್ನೆಲ್ಲ ಆರಾಧಿಸುವ ಕಾರಣ ಸ್ಪಿರಿಟ್ಗಳು ನಮ್ಮ ಒಳಗಡೆ ಬಂದು ಈ ತರ ಕೃತ್ಯಗಳನ್ನೆಲ್ಲ ಮಾಡ್ತದೆ. ആർക്കാ കൊടുക്കേണ്ടത്? ദൈവത്തിനല്ലേ കൊടുക്കേണ്ടത്, യേശുവിനല്ലേ കൊടുക്കേണ്ടത്. യേശുവിന് കൊടുത്തു കഴിഞ്ഞേ ബാക്കി ആർക്കും കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് ഇവാഞ്ചലിസം ಬೈಬಲ್ പഠിപ്പിക്കുന്ന ഇതാണ്. ಇವಾಂಜಲಿಸಂ ಬೈಬಲ್ ಏನು ಕಲಿಸ್ತದೆ ಅಂತ ಹೇಳಿದ್ರೆ ನಾವು ಆರಾಧನೆ ಮತ್ತು ಸ್ತೋತ್ರ ಹೇಳಬೇಕಾಗಿರೋದು ಯೇಸುವಿಗೆ ಮಾತ್ರ. ഇന്നത്തെ ഡേറ്റ് എത്ര? ഇന്ന് എന്തോ ഡേറ്റാ? നമ്മള് ഇന്നത്തെ ദിവസം ഏതാ? 2022 ജൂലൈ 23 സാറ്റർഡേ മംഗലാപുരം. സ്തോത്ര, ഹല്ലേലൂയ. ഇവിടെ നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞേ, നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോ, ഇത് എഴുതി വെച്ചോ. ഇത് തന്നെ സംഭവിക്കത്തുള്ളൂ, ഇതിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല.